നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇതുപോലൊരു ഭീരു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പലരും അധിക്ഷേപിക്കുന്നു. അമേരിക്കയിൽ നിന്ന് അനധികൃത കുടിയേറ്റക്കാരെ ഇന്ത്യയിലേക്ക് പ്രത്യേക വിമാനത്തിൽ അയച്ചതാണ് ഇവരെ ഇത്രയധികം ക്ഷുഭിതരാക്കിയത്. പണ്ട് ഇന്ത്യക്കെതിരെ 7ാം കപ്പൽപ്പടയെ അയക്കുമെന്ന് പറഞ്ഞ് പേടിപ്പിക്കാൻ നോക്കിയ അമേരിക്കയോട് വന്ന പോലെ മടങ്ങില്ലെന്ന് തിരിച്ചടിക്കാൻ ധൈര്യമുണ്ടായിരുന്ന ഇന്ദിരയെ പോലെയുള്ളവർ ഇരുന്ന കസേരയിലാണല്ലോ ഈ ഭീരു ഇരിക്കുന്നത് എന്നോർക്കുമ്പോൾ അപമാനം തോന്നുന്നുണ്ട്. ഹരീഷ് വാസുദേവനെ പോലുള്ളവർ നരേന്ദ്രമോദിയെ അധിക്ഷേപിക്കുന്നത് ഇങ്ങനെയാണ്: കയ്യാമവും വിലങ്ങും വെച്ച് അനധികൃത കുടിയേറ്റക്കാരായ ഇന്ത്യക്കാരെ ഇങ്ങോട്ടേക്ക് വിമാനത്തിൽ കയറ്റി അയച്ച ട്രംപിനെ ഇത്രയധികം നരേന്ദ്രമോദി വണങ്ങണമോ എന്നാണ് ചിലർ ചോദിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ആഴ്ച US സന്ദർശിക്കും. ഇന്ത്യയും US തമ്മിലുള്ള ബന്ധവും ട്രംപും മോദിയുമായുള്ള ചങ്ങാത്തവും ഒക്കെ കണക്കിലെടുക്കുമ്പോൾ സഹകരണം പുതിയൊരു തലത്തിലേക്ക് മാറുമെന്നാണ് ഇന്ത്യ പറയുന്നത്. രാഷ്ട്രീയം, സാമ്പത്തികം, സൈനികപരമായ വിഷയങ്ങൾ എന്നിവ ഇരു നേതാക്കളും ചർച്ച ചെയ്യുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. 4 വർഷം മുൻപ് ട്രംപ് അധികാരമൊഴിഞ്ഞപ്പോൾ നിർത്തിയ അതേ സ്ഥലത്തു നിന്ന് വീണ്ടും ഇന്ത്യ തുടങ്ങുന്നു. പഴയ ചങ്ങാതിമാർ വീണ്ടും ഒരുമിക്കുന്നു. ഡൊണാൾഡ് ട്രംപിന്റെ നാടകീയവും ആധികാരികവുമായ വിജയത്തിന് ശേഷമാണ് ഇപ്പോൾ മോദി ട്രംപിനെ സന്ദർശിക്കാൻ ഒരുങ്ങുന്നത്. ട്രംപ് പുറപ്പെടുവിച്ച വിചിത്രമായ പല ഉത്തരവുകളും ലോകത്തിൽ വലിയ കോലാഹലമുണ്ടാക്കി. യുഎസിന്റെ പരമ്പരാഗത സഖ്യരാജ്യങ്ങളുടെ നേതാക്കളെ സ്വാഗതം ചെയ്യുന്നതിന് മുൻപാണ് ഇപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ അമേരിക്കയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. ട്രംപിന്റെ സ്ഥാനാരോഹണ ചടങ്ങിലേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ അന്ന് ക്ഷണിക്കാതിരുന്നത് ചില വിവാദങ്ങൾക്കിടവരുത്തിയിരുന്നു. എങ്കിലും മോദി അമേരിക്കയിലെത്തുമ്പോൾ ഇതൊരു പുതിയ തുടക്കമാകും എന്ന് ഇന്ത്യക്കാർ പ്രതീക്ഷിക്കുന്നു. യുഎസിലേക്ക് അനധികൃതമായി കുടിയേറിയവരെ തിരികെ സ്വീകരിക്കാൻ എന്തിന് ഇന്ത്യ തയ്യാറായി എന്ന ചോദ്യങ്ങൾക്കിടയിലാണ് നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനം. ട്രംപിന്റെ നീക്കങ്ങൾ പലതും പല രാജ്യങ്ങളുടെയും പരമാധികാരത്തിലേക്കുള്ള കടന്നുകയറ്റമാണ് എന്നൊരു കൂട്ടർ വാദിക്കുമ്പോൾ ഇന്ത്യയുടെ സമീപനം എന്തായിരിക്കും? ഗ്രീൻലൻഡ് വിലയ്ക്ക് നൽകണമെന്നും ഗസയും പനാമ കനാലും വിട്ടുകൊടുക്കണമെന്നും ഇതേ ട്രംപ് ലോകത്തിന് മുന്നിൽ ആവശ്യപ്പെടുന്നു. നിങ്ങൾ അമേരിക്കയുടെ മാത്രം പ്രസിഡന്റാണ്, ലോകത്തിന് മുഴുവൻ ഭരണാധികാരി നിങ്ങളല്ല എന്ന് പറയാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആർജവമുണ്ടോ എന്ന ചോദ്യമുയരുന്നത് ഇതേ രാജ്യത്തു നിന്ന്. യുഎന്നിന്റെ ആകെ വരുമാനത്തിൽ 22% സംഭാവന നൽകിയിരുന്നത് US ആണ്. നിയമവിരുദ്ധ കുടിയേറ്റക്കാർക്കെതിരായ ട്രംപിന്റെ നടപടികളെ ന്യായീകരിക്കാനും അംഗീകരിക്കാനും മോദിക്ക് കഴിയുമോ എന്ന് ചോദിക്കുന്നത് ഇന്ത്യയിലെ തന്നെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളാണ്. കയ്യാമം വെച്ച് കാലിൽ ചങ്ങലിയിട്ട ജനങ്ങളെ സൈനിക വിമാനത്തിൽ കൊണ്ടിറക്കിയതിനെതിരായ രോഷം നമ്മുടെ പാർലമെന്റിൽ പോലും അലയടിച്ചതാണല്ലോ. നിയമവിരുദ്ധ കുടിയേറ്റക്കാരെ തിരികെ കൊണ്ടുചെന്ന അമേരിക്കയുടെ സൈനിക വിമാനം കൊളംബിയ തിരിച്ചയച്ചിരുന്നു. എന്തിനാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ മുന്നിൽ നടുവളച്ചിണ്ടിയിരിക്കുന്നത് എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം സമൂഹ മാധ്യമങ്ങളിൽ മുഴങ്ങുന്നു. അനധികൃത കുടിയേറ്റക്കാരെ കയറ്റി അയച്ച ട്രംപിന്റെ നിലപാടിനോട് ഇന്ത്യ അത്ര കണ്ട് ശണ്ട കൂടാനിടയില്ല. ഇവിടെയാണ് ചില ചരിത്ര വസ്തുതകൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അനധികൃത കുടിയേറ്റക്കാരെ അതത് രാജ്യങ്ങളിലേക്ക് മടക്കി അയക്കുന്ന അമേരിക്കയുടെ ഈ തീരുമാനത്തെ വിമർശിക്കുന്നവർ എന്തുകൊണ്ട് UAEയുടെ ചില നടപടികൾ കാണുന്നില്ല? 2024 ഡിസംബർ 31 UAEയുടെ വിസ പൊതുമാപ്പ് പരിപാടിയുടെ കാലാവധി അവസാനിച്ചിരുന്നു. അതിനുശേഷം UAEയിൽ നടന്ന വ്യാപകമായ പരിശോധനയിൽ 6000-ഓളം അനധികൃത താമസക്കാരെ പോലീസ് കണ്ടെത്തുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. രേഖകളില്ലാത്ത തൊഴിലാളികളെയും താമസക്കാരെയും UAE ഇമിഗ്രേഷൻ ചട്ടങ്ങൾ പാലിക്കുന്നതിലേക്ക് കൊണ്ടുവരിക എന്നതായിരുന്നു ഈ പരിശോധനകളുടെ ലക്ഷ്യം. ഈ ക്യാമ്പയിനുകളിൽ അറസ്റ്റിലായവരിൽ 93% ആളുകളുടെയും നാടുകടത്തൽ പ്രക്രിയ ജനുവരി 1 മുതൽ UAE ആരംഭിച്ചിരുന്നു. 2024 സെപ്റ്റംബർ 1 മുതൽ ഡിസംബർ 31 വരെയാണ് പൊതുമാപ്പ് കാലാവധി നീണ്ടുനിന്നത്. വിസ കാലാവധി കഴിഞ്ഞവരോ താമസ നിയമങ്ങൾ ലംഘിച്ചവരോ നിയമപരമായി തൊഴിൽ കണ്ടെത്തി അവരുടെ പദവി സ്ഥിരപ്പെടുത്താനോ റീ എൻട്രി നിരോധനം ഉൾപ്പെടെയുള്ള ശിക്ഷകൾ നേരിടാതെ രാജ്യം വിടാനോ പൊതുമാപ്പ് അനുവദിച്ചിരുന്നു. UAEയിൽ ജോലി ചെയ്യാനും താമസിക്കാനും ആഗ്രഹിക്കുന്ന എല്ലാ വിദേശികളെയും UAE സ്വാഗതം ചെയ്യുന്നു. എന്നാൽ നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കാൻ ഓരോരുത്തരും ബാധ്യസ്ഥരാണ് എന്ന് UAE സർക്കാർ ഓർമ്മപ്പെടുത്തിയിരുന്നു. പൊതുമാപ്പ് സമയപരിധി കഴിഞ്ഞതോടെ വിസ നിയമലംഘകർക്കെതിരെ UAE സ്വീകരിച്ചത് കർശനമായ നിയമ നടപടികൾ. അനധികൃത താമസക്കാരെ നിയമിച്ചാൽ തൊഴിലുടമകൾക്ക് 10 ലക്ഷം ദിർഹം വരെ പിഴ ചുമത്തുമെന്ന് UAE സർക്കാർ തുടർന്നറിയിച്ചു. പൊതുമാപ്പ് കാലാവധി അവസാനിച്ചതിന് ശേഷം ഓവർ സ്റ്റേയേഴ്സിനെ നിയമിക്കരുത് എന്ന മുന്നറിയിപ്പ് UAE നൽകി. തുടർന്ന് ജനുവരി 1-ാം തീയതി മുതൽ സ്ഥാപനങ്ങളിൽ അധികൃതർ പരിശോധനകൾ നടത്തി. പൊതുമാപ്പ് കാലാവധിയിൽ ആയിരക്കണക്കിന് ആളുകളാണ് ഈ
സൗകര്യം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് UAE-യിൽ നിന്ന് അവരുടെ അതത് രാജ്യങ്ങളിലേക്ക് മടങ്ങിയത്. പൊതുമാപ്പിന്റെ അവസാന ദിനങ്ങളിൽ അതത് എമിറേറ്റുകളിലെ പൊതുമാപ്പ് കേന്ദ്രങ്ങളിൽ നാടണയാൻ കാത്തിരിക്കുന്നവരുടെ വലിയ തിരക്ക് നമ്മൾ കണ്ടു. UAE-യിൽ പൊതുമാപ്പ് പ്രയോജനപ്പെടുത്താനായി ഇന്ത്യൻ അസോസിയേഷനുകളിൽ സ്ഥാപിച്ച ഹെൽപ്പ് ഡെസ്കുകൾ കാര്യക്ഷമമായി പ്രവർത്തിക്കുകയും അനധികൃത താമസക്കാർക്ക് തിരിച്ചു പോകാനും രാജ്യത്ത് പുതിയ തൊഴിലവസരങ്ങൾ കണ്ടെത്താൻ സഹായിക്കുകയും ചെയ്തിരുന്നു. ഇന്ത്യൻ കോൺസുലേറ്റ് ആയിരക്കണക്കിന് ഇന്ത്യക്കാർക്കാണ് പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തി നാടണയാൻ സഹായമായത്. എന്നാൽ പൊതുമാപ്പ് സൗകര്യങ്ങൾ ഉപയോഗിച്ച് തിരിച്ചു പോകാൻ നിയമ തടസ്സമുള്ളവർ അനേകരായിരുന്നു. വാടക സംബന്ധമായി മുനിസിപ്പാലിറ്റികളിൽ കേസുകൾ നേരിടുന്നവരും സ്ഥാപനങ്ങൾ സാമ്പത്തിക നഷ്ടം സംഭവിച്ച് നിയമക്കുരുക്കുകളിൽ പെട്ടവരുമാണ് അധികം. മലയാളി കൂട്ടായ്മകൾ ഒന്നുചേർന്ന് സാമ്പത്തികമായി സഹായിച്ചതുകൊണ്ട് ഒട്ടേറെ പേർക്ക് നിയമ തടസ്സങ്ങൾ നീക്കിക്കിട്ടാൻ ഇടവന്നു. സന്ദർശക വിസയിലെത്തി UAE-യിൽ കുടുങ്ങിപ്പോയവർക്കും കൂട്ടായ്മകൾ സഹായം നൽകി. വർഷങ്ങളായി സന്ദർശക വിസ പുതുക്കാൻ സാധിക്കാത്തവർ പോലും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. ഏജന്റുമാരുടെ തട്ടിപ്പിൽ കുരുങ്ങി പ്രയാസത്തിലായവരും അനേകം. പാസ്പോർട്ട് പണയത്തിലാക്കി തിരിച്ചുപോക്ക് തടസ്സപ്പെട്ടവർ പോലും അക്കൂട്ടത്തിലേറെ. പലിശക്കാരിൽ നിന്ന് പണം കടം വാങ്ങി ഈടായി കുടുംബത്തിന്റെ അടക്കം പാസ്പോർട്ടുകൾ പലിശക്കാർക്ക് ഏൽപ്പിച്ചവരാണ് വലഞ്ഞവർ ഏറെ. കേസും ഒപ്പം അസുഖവുമൊക്കെ ചേർന്ന് UAE-യിൽ കുടുങ്ങിക്കിടക്കുന്നവർ അനേകം. എന്നാൽ അനധികൃത താമസക്കാരെ കാത്തിരിക്കുന്നത് UAE-യിലെ കനത്ത ശിക്ഷാ നടപടികളാണ്. വലിയ തുക പിഴയും. ഇത്തരം നിയമക്കുരുക്കുകളും UAE-യുടെ കർശന നിയമവ്യവസ്ഥകളും എന്തുകൊണ്ട് മോദിയെ വിമർശിക്കുന്നവർ കാണുന്നില്ല? അമേരിക്ക അനധികൃത കുടിയേറ്റക്കാരെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള രാജ്യങ്ങളിലേക്ക് തിരികെ അയക്കുന്നത് മറ്റു ചില ലക്ഷ്യങ്ങൾ കൂടി നോട്ടമിട്ടാണ്. ഈ തിരികെ അയക്കൽ പ്രക്രിയ ഒരു സന്ദേശമാകണമെന്ന് ട്രംപ് കണക്കുകൂട്ടുന്നു. അമേരിക്കയിലേക്ക് അനധികൃത കുടിയേറ്റക്കാർ ഇനി ആരും കടന്നു വരരുത് എന്നുറപ്പിക്കുകയാണ് ഡൊണാൾഡ് ട്രംപിന്റെ ലക്ഷ്യം. അമേരിക്ക കർക്കശമായ നിലയിൽ ഒരു നിയമം നടപ്പിലാക്കുമ്പോൾ അതിന് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ എന്തിനു കുറ്റം പറയുന്നു? എന്തിന് ട്രംപിന്റെ ഇത്തരം നിയമ നടപടികൾക്കെതിരായി വിമർശനമുയർത്തിക്കൊണ്ട് ഇന്ത്യ അമേരിക്കയുടെ ശത്രു രാജ്യമാകണം എന്ന ചോദ്യവും ഇവിടെ ശ്രദ്ധേയമാണ്. മാറിയ കാലഘട്ടത്തിന്റെ സാഹചര്യമനുസരിച്ച് ചൈനയ്ക്കെതിരായ അമേരിക്കൻ നീക്കങ്ങൾ ഇന്ത്യ മുതലാക്കണമെങ്കിൽ അമേരിക്കയ്ക്കൊപ്പം ചേർന്ന് നിൽക്കണം. അതിന് അനധികൃത കുടിയേറ്റക്കാരുടെ പേരിൽ അമേരിക്കയുമായി വലിയ ശണ്ട കൂടുകയല്ല ഇന്ത്യ ചെയ്യേണ്ടത്. വിലങ്ങും കയ്യാമവുമൊക്കെ മോദിയും ട്രംപും തമ്മിൽ ചർച്ച ചെയ്യട്ടെ. അതല്ലാതെ നരേന്ദ്രമോദിയെ ഇക്കാര്യങ്ങളിൽ ഒരു ഭീരുവെന്ന് വിളിച്ചാക്ഷേപിക്കുന്നതിൽ എത്രമാത്രം അടിസ്ഥാനമുണ്ട്? UAE മാത്രമല്ല, UK ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ശക്തമായ നിയമ നടപടികളാണ് അനധികൃത കുടിയേറ്റക്കാരുടെ കാര്യത്തിൽ ഇപ്പോൾ സ്വീകരിക്കുന്നത്. അമേരിക്കയിലേക്ക് ഡോങ്കി മാർഗവും മറ്റ് നിരവധി അനധികൃത മാർഗങ്ങളിലൂടെയും എത്തിച്ചേരുന്ന നിരവധി ഇന്ത്യക്കാർ, അവരെ തിരികെ അയക്കുക അമേരിക്കയുടെ നടപടികളുടെ ഭാഗം മാത്രമാണ്. അനധികൃത കുടിയേറ്റക്കാരാണ് അമേരിക്കയുടെ സ്വൈര്യജീവിതം നഷ്ടപ്പെടുത്തുന്നത് എന്ന് പലപ്പോഴായി ട്രംപ് ആവർത്തിക്കുന്നു. അനേക ക്രിമിനലുകളും അമേരിക്കയെ തകർക്കുന്ന വിധ്വംസക പ്രവർത്തനങ്ങളുമൊക്കെ ഇക്കൂട്ടരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ കർക്കശ നിയമ നടപടികൾ അവർക്കെതിരെ ഉണ്ടാകും എന്ന് ട്രംപ് ആവർത്തിക്കുകയും ചെയ്യുന്നു. അമേരിക്കൻ നടപടിയുടെ ഭാഗമായി ഇന്ത്യൻ ഭരണകൂടത്തെ അധിക്ഷേപിക്കുന്നത് ശരിയല്ല എന്ന് വേണം മുഴുവൻ കാര്യങ്ങൾ വേണ്ടതുപോലെ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.